ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മളൊരു ഹെയർ വയറാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് യൂസ് ചെയ്തിരിക്കുന്നത് ഇതേപോലത്തെ ഫ്ലവറാണ് കേട്ടോ. ഈ ഫ്ലവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ജിറീനിയം ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ട് നമ്മൾ ഹെയർ ബ്രൂച്ചും ഹെയർ വൈനൊക്കെ ഉണ്ടാക്കുന്നത് കണ്ടിട്ടില്ലേ? അതിന് അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് ആ ഫ്ലവറിന്. അപ്പോൾ ആ റേറ്റ് വെച്ചിട്ട് നമുക്ക് മേടിക്കാനും പിന്നെ അത് തന്നെയെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞാൽ സെയിൽ ചെയ്യാനും നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതിന് പകരം എന്നുള്ള രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഫ്ലവർ. ഇതിനാകുമ്പോൾ റേറ്റും വലുതായിട്ടില്ല. ഇതിപ്പോൾ ഞാൻ സെയിലാക്കുന്നത് 10 എണ്ണത്തിന് 15 രൂപ എന്നുള്ള രീതിക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ ഒരു 1-1.5 രൂപൻ്റെ അടുത്ത് ഈ ഒരു ഫ്ലവറിന് ആവുള്ളൂ. മറ്റത് നമ്മൾ എങ്ങനെ ഒരു ബഞ്ചൊക്കെ ആയിട്ട് എടുക്കുമ്പം എങ്ങനെ 50 രൂപ 60 രൂപയൊക്കെ മേലെ എന്താണെങ്കിലും റേറ്റ് വരും. അപ്പം നമുക്കൊരു 10 ഫ്ലവർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു വലിയ കുഴപ്പമില്ലാത്ത 2 ഹെയർ ബ്രൂച്ച് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇത് വെച്ചിട്ട് എങ്ങനെയാണ് ഹെയർ ബ്രൂച്ച് ഉണ്ടാക്കുന്നതെന്നാണ് ഞാനിപ്പോൾ കാണിച്ചു തരുന്നത്. അപ്പോൾ അതിനെന്താ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാലോ നിങ്ങൾക്ക്. നമുക്ക് ഒരു ഗിയർ വയർ എടുക്കാം. ഞാനിപ്പോൾ ഗോൾഡൻ കളറാണ് എടുത്തിരിക്കുന്നത്. ഗോൾഡൻ കളറ് ഞാനിതിൻ്റെ ലെങ്ത്ത് ഏകദേശം എത്ര വേണമെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇപ്പോൾ ഞാനിതിപ്പോൾ ഒരു 1 മീറ്ററിൻ്റെ അടുത്താണ് ഇത് ലെങ്ത്ത് എടുത്തിരിക്കുന്നത് കേട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ഒരു വലിയ കുഴപ്പമില്ലാതെ ഒരു വലിയ മുതിർന്ന ആൾക്കാർക്ക് വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഹെയർ ബ്രൂച്ച് ആക്കി എടുക്കാൻ പറ്റും. അപ്പോൾ അതിനാദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹുക്കായിട്ടെന്നുള്ള രീതിയിലാണ് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഈ വിരലിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് ഒന്നുകൂടെ നല്ല പെട്ടെന്ന് ഇങ്ങനെ വളച്ചെടുക്കാൻ പറ്റും. ഇതാ ഇനി എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഗോൾഡൻ കളറാണ് ബീഡ്സ് എടുത്തിരിക്കുന്നത്. 5 ബീഡ്സ് ആട്ടോ ഒരു ഇതിനകത്ത് കോർക്കുന്നത്. നമ്മളിപ്പോൾ 5 ബീഡ്സാണ് ഒരു ഇതിനകത്ത് കോർക്കുന്നത് കേട്ടോ. വന്നു കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലവർ എന്നുള്ള രീതിയിൽ കിട്ടും. ഇതേപോലെ വെച്ചിട്ട് നമുക്ക് സൈഡൊന്ന് ജസ്റ്റ് റൗണ്ട് ചെയ്ത് കൊടുക്കാം. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി നമ്മൾ ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ്. ഇത് ഇതേപോലെ ആക്കി കഴിഞ്ഞാൽ എടുത്ത് തന്നെ നമ്മൾ അടുത്ത ഇപ്പുറത്തെ നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്കും ബീഡ്സ് കോർക്കാൻ നോക്കും. പക്ഷെ അങ്ങനെ ചെയ്യരുത്. ഇങ്ങനെ ഒരു ഫ്ലവർ ആക്കിയ ശേഷം നമ്മൾ ഈ രണ്ടും ഒന്നുകൂടെ പിരിച്ചു കൊടുക്കണം. അപ്പോൾ അതാ അങ്ങനെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കറക്റ്റായിട്ട് കിട്ടും. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്നറിയില്ല. ചില ആൾക്കാർ ചെയ്യുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഇവിടെ ഈ കോർണറിൽ ഇത് രണ്ടും കൂടെ യോജിപ്പിക്കുന്ന അവിടെ ഒരു വല്ലാതെ ഉണ്ടാവും. അതിങ്ങനെ പിരിച്ച് കൊടുക്കാത്തത് കൊണ്ടുള്ള പ്രശ്നമാണത്. ഇനി അടുത്ത സൈഡ് എന്നുള്ള രീതിയിൽ നമുക്ക് ബാലൻസ് 5 എണ്ണം കോർത്തെടുക്കാം. 5 ഫ്ലവറാണ് 5 ബീഡ്സാണ് എടുത്തിരിക്കുന്നത്. ഇനി അത് നമുക്ക് ഇതിനകത്തേക്ക് കോർത്ത് കൊടുക്കാം. ഇതേപോലെ കിട്ടും. അതിനുശേഷം നമുക്ക് വീണ്ടും ഇതൊന്ന് ചുറ്റി കൊടുക്കണം. ഇനി നമുക്ക് ഈ ഒരു ഫ്ലവർ ഇതിനകത്തേക്ക് യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ ഇതിന് ഇത്രയും ലെങ്ത്തുള്ള ഇതുള്ളത് കൊണ്ട് നമുക്ക് ഇതിനോട് ചേർത്ത് തന്നെ നമുക്ക് ചുറ്റിയെടുക്കാൻ പറ്റും. അപ്പം നമുക്ക് അതിന് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. അഴിഞ്ഞു പോരും അങ്ങനെ പോരും ഇല്ലയോന്നോ അങ്ങനെയുള്ള സംശയമൊന്നും വേണ്ട. ഇനി അടുത്തത് ഇത് കഴിഞ്ഞ് വീണ്ടും അടുത്ത സൈഡിലേക്ക് നമുക്ക് 3 ഫ്ലവേഴ്സ് കോർത്ത് കൊടുക്കാം. ഫ്ലവേഴ്സ് അല്ല കേട്ടോ, ബീഡ്സ്. ഇതുണ്ടോ ഒരു ഫ്ലവർ, പിന്നെ അതിൻ്റെ താഴെ 2 ബീഡ്സ്, 2 സെറ്റ് ബീഡ്സിൻ്റെ ഫ്ലവർ. ഇനി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും അടുത്ത ഒരു ഫ്ലവറാണ് വെച്ച് കൊടുക്കുന്നത്. ഇതേപോലെ. അപ്പോൾ ഇതാണ് മെത്തേഡ്. ഇതേപോലെ ഒരു 2 ബീഡ്സ്, പിന്നെ അതിന് ശേഷം ഫ്ലവർ, പിന്നെ 2 ബീഡ്സ്, പിന്നെ ഫ്ലവർ എന്നുള്ള രീതിയിൽ നമുക്കിത് അറേഞ്ച് ചെയ്ത് കൊടുത്തെടുക്കാം. അപ്പോൾ അതാ ഇത് ഇത്രയേ ഉള്ളൂ. നല്ല ഭംഗിയുള്ളൊരു ഹെയർ ബ്രൂച്ച് റെഡി ആയിട്ടുണ്ട് നമുക്ക്. ഇതിനാകുമ്പോൾ ഒത്തിരി ചിലവുമില്ല. മറ്റേ ജെറീനിയം ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ടാക്കും പോലെ ഒത്തിരി ചിലവുമില്ല. ഇപ്പോൾ ഒരു 10 ഫ്ലവേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് 2 ഹെയർ ബ്രൂച്ച് ആക്കി എടുക്കാൻ പറ്റും. 1 2 3 4 5. ഒരു ഹെയർ ബ്രൂച്ചിനകത്ത് ഞാൻ 5 ഫ്ലവേഴ്സാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സോ ഒരു 10 ഫ്ലവേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 ഹെയർ ബ്രൂച്ച് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ചെറിയ മക്കൾക്കാണെന്നുണ്ടെങ്കിൽ എന്താണെങ്കിലും 2 പേർക്ക് 2 ഹെയർ ബാൻഡ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇതേപോലെ. വലിയവർക്കാണെന്നുണ്ടെങ്കിൽ നമുക്കിത് കുറച്ചും കൂടെ നീളം വേണമെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ 1-2 ഫ്ലവേഴ്സിൻ്റെയും കൂടെ നീളം വയ്ക്കേണ്ടി വരുമായിരിക്കും. അത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.